നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് നവംബർ 1 ശനിയാഴ്ച. കേരളപ്പിറവി. ഏവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത കേരളപ്പിറവി ദിനമായ ഇന്ന് രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനവും ആഗോളതലത്തിൽ ചൈനയ്ക്ക് ശേഷം ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സമഗ്രമായ രീതിയിൽ നടപ്പാക്കുന്ന രണ്ടാമത്തെ പ്രദേശം എന്ന ബഹുമതിയും കേരളം ഇന്ന് സ്വന്തമാക്കും. നീതി ആയോഗിൻ്റെ സൂചികൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ സംസ്ഥാനമാണ് കേരളം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമില്ലാത്ത കേരളത്തിൻ്റെ പ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. സിനിമാ താരങ്ങളായ കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കേരള പിറവിയോടനുബന്ധിച്ച് 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. വിവിധ മേഖലകളിൽ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ പുരസ്കാരങ്ങൾ നൽകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് ഡോക്ടർ M.R. രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം. കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് PB അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരം നൽകും. മാധ്യമപ്രവർത്തനത്തിന് ശശികുമാറിനും വിദ്യാഭ്യാസ രംഗത്ത് TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസ്ലിയാർക്കും സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾക്ക് MK വിമൽ ഗോവിന്ദനും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ലിജുമോൾ മാരിയറ്റ് തോമസിനും കായിക രംഗത്ത് അഭിലാഷ് ടോമിക്കും കേരള ശ്രീ പുരസ്കാരം നൽകും. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ OBC സംവരണത്തിനെതിരെ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് അഹിർ മതാടിസ്ഥാനത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് സംവരണം നൽകിയത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരോപിച്ചു. KPCC 17 അംഗ കോർ കമ്മിറ്റി നിലവിൽ വന്നു. ദീപദാസ് മുൻഷിയാണ് കൺവീനർ. AK ആന്റണിയും ഷാനിമോൾ ഉസ്മാനും സമിതിയിലുണ്ട്. ദില്ലിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായത്. ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെടുത്തു. തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തു നിന്നാണ് രേഖകൾ കണ്ടെടുത്തത്. 1998-99 കാലഘട്ടത്തിൽ വിജയമല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളാണ് ദേവസ്വം ആസ്ഥാനത്തു നിന്ന് മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കണ്ടെത്തിയത്. 420 പേജുകളാണ് ഇതിലുള്ളത്. സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടുത്തത്. CPM-നോട് അമിത വിധേയത്വം കാട്ടുന്ന ഇനിയെങ്കിലും CPI നിർത്തണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. യഥാർത്ഥത്തിൽ CPM മാപ്പ് പറയേണ്ടത് CPI-യോടാണെന്നും മന്ത്രിസഭയിൽ ചർച്ച നടത്താൻ മുന്നണി അറിയിക്കാതെ PM ശ്രീയിൽ ഒപ്പിട്ട ശേഷം ഉണ്ടായ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ പരിഭവം പിണക്കങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നതെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തിലൂടെ സത്യഭാമയ്ക്ക് വീടെന്ന സ്വപ്നം പൂവണിയുന്നു. വീടിന് വെള്ളിയാഴ്ച കട്ടളവപ്പ് നടന്നു. ഇരിങ്ങപ്പുറം മണിഗ്രാമത്തുള്ള സത്യഭാമയ്ക്ക് സുരേഷ് ഗോപിയുടെ മകളുടെ പേരിൽ ട്രസ്റ്റിൽ നിന്നാണ് വീടിന്റെ തുക നൽകിയത്. അഞ്ചലിൽ കട്ട അടുക്കി വെച്ചിരുന്ന അട്ടി ഇടിഞ്ഞു വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പശ്ചിമബംഗാൾ ഹൽദിവാറി സ്വദേശി ജിയാറുൽ ആണ് മരിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും അബീബിക്ക് മസ്തിഷ്ക ജ്വരം. കൊല്ലം പാലത്തറ സ്വദേശിയായ 65-കാരനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ ഈ മാസം 12 പേരാണ് അബീബി മസ്തിഷ്ക ജ്വരം മൂലം മരണപ്പെട്ടത്. വിഴിഞ്ഞത്തിന് സമീപം കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് 12 വയസ്സുകാരനായ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ കടലിൽ കാണാതായി. സ്കൂൾ വിട്ട് വന്ന ശേഷം ബന്ധുവും അതേ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുമായി കുളിക്കാനിറങ്ങിയ അടിമലത്തുറ ലൂയിസ് മെമ്മോറിയൽ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോബിളിനെയാണ് കാണാതായത്. ഇന്നു മുതൽ ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓഫറുമായി സപ്ലൈകോ. സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ അധിക വിലക്കുറവ് നൽകും. നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെ ആണിത്. ഇന്നു മുതൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ കേസന്വേഷണ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾ പങ്കുവയ്ക്കരുതെന്ന് DGP. പ്രതികളുടെ കുറ്റസമ്മതം വെളിപ്പെടുത്തരുന്ന നിർദ്ദേശവും സർക്കുലറിൽ പറയുന്നു. സർക്കുലർ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്നാണ് DGPയുടെ വിശദീകരണം. ബുധനാഴ്ചയാണ് DGP സർക്കുലർ പുറത്തിറക്കിയത്. മുൻപും പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിമാർ വിവിധ സർക്കുലറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കർ ജേതാവ് റസുൽ പൂക്കുട്ടിയെ നിയമിച്ചു. നടിയും താരസംഘടനയുമായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. C. അജുയാണ് സെക്രട്ടറി. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ കേരളത്തിലേക്ക് കടത്തിയ 300 കോടിയുടെ ഹവാല ഇടപാട് കണ്ടെത്തി ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം. കൊച്ചി യൂണിറ്റ്, മലപ്പുറം, കോഴിക്കോട് കേന്ദ്ര നടത്തിയ റെയ്ഡിലാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുടങ്ങും. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ദർശനത്തിലുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത്. ഒരു ദിവസം 70,000 പേർക്കാണ് അവസരം. വണ്ടിപ്പെരിയാർ, സത്രം, എരുമേലി, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ റിയൽ ടൈം ബുക്കിംഗ് കേന്ദ്രങ്ങളും ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് VS സുജിത്തിനെ കുന്നംകുളം സ്റ്റേഷനിൽ പോലീസുമായി ക്രൂരമായി മർദ്ദിച്ചതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ സംസ്ഥാന
പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. കൈക്കൊണ്ട നടപടികൾ കമ്മീഷനെ അറിയിക്കാനാണ് നിർദ്ദേശം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദ് അറസ്റ്റിൽ. മുഹമ്മദ് ഷർഷാദിനെ കൊച്ചി സൗത്ത് പോലീസ് ചെന്നൈയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 40 ലക്ഷം രൂപ തട്ടിച്ചു എന്ന കൊച്ചി സ്വദേശിയുടെ പരാതിയിലാണ് പോലീസ് നടപടി. താമരശ്ശേരി ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സൈബർ സാമ്പത്തിക കുറ്റകൃത്യം തടയുന്നതിനും സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പങ്കാളിയായ രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ സൈ ഹണ്ടിൽ 263 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി സ്റ്റേഡിയം അഴിമതി കേസിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് തിരിച്ചടി. ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം പദ്ധതിക്ക് പിന്നാലെ അഴിമതി അന്വേഷിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഏതെങ്കിലും ഒരു കേസിൽ ഹാജരാവുന്ന അഭിഭാഷകരെ അന്വേഷണ ഏജൻസികൾ നേരിട്ട് സമൻസ് അയച്ച് വിളിച്ചു വരുന്നത് നിയമപരമല്ലെന്ന് സുപ്രീം കോടതി. ഒരു കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കെ അഭിഭാഷകർക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കക്ഷികളുടെ താൽപര്യപ്രകാരം വെളിപ്പെടുത്താതിരിക്കാനുള്ള അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. ബംഗളൂരു ഉത്തരഹള്ളിയിൽ പ്രണയബന്ധം വിലക്കിയ അമ്മയെ കൊലപ്പെടുത്തിയ പ്രായപൂർത്തിയാകാത്ത മകൾ പിടിയിൽ. 17-കാരിയായ മകളും സുഹൃത്തുമടക്കം 5 പേരാണ് പിടിയിലായവരിൽ ഒരു കുട്ടിയുടെ പ്രായം 13 വയസ്സാണ്. 34-കാരിയായ നേത്രാവതിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചിത്രീകരിക്കാനും മകളും സുഹൃത്തുക്കളും ശ്രമിച്ചതായും സുബ്രഹ്മണ്യം പോലീസ് പറഞ്ഞു. ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീൻ തെലങ്കാനയിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ ഭാഗമാണ് അസ്ഹർ മന്ത്രിസഭയിലേക്ക് എത്തിയത്. രാജ്ഭവനിൽ ഗവർണർ ജിഷ്ണുദേവ് ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകുന്ന കവറുമായി NDAയുടെ പ്രകടന പത്രിക. കർഷകർക്കുള്ള ധനസഹായം 9,000 രൂപയായി ഉയർത്തുമെന്നും സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സംരംഭത്തിന് ധനസഹായം നൽകുമെന്നാണ് NDA വാഗ്ദാനം ചെയ്യുന്നത്. AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ഗുരുതര ആരോപണവുമായി ഡൽഹി BJP. കെജ്രിവാൾ തന്റെ സ്വകാര്യ ആഡംബരത്തിലെ പഞ്ചാബ് സർക്കാരിന്റെ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് വിമർശനം. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDA പുറത്തിറക്കിയ പ്രകടന പത്രിക പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാശ്രയമുള്ളതും വികസിതവുമായ ബീഹാറിനായുള്ള കാഴ്ചപ്പാടാണ് പ്രകടനത്തിലുള്ളതെന്ന് മോദി പറഞ്ഞു. കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ തുടങ്ങിയ ബീഹാറിലെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനുള്ള രൂപരേഖയാണ് പ്രകടന പത്രികയിലുള്ളത്. പ്രധാനമന്ത്രി തന്റെ എക്സിൽ കുറിച്ചു. വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സായുധ പോലീസ് സേനയിലെ അംഗങ്ങൾക്കുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കേന്ദ്രീയ ഗൃഹമന്ത്രി ദശരഥ് പഥക്കിന് കേരള പോലീസിലെ 4 പേരടക്കം 1466 പേർ അർഹരായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിലാണ് പുരസ്കാരം നൽകുന്നത്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ ക്ഷേത്രങ്ങളുടെ ചുമരിൽ ഐ ലവ് യു മുഹമ്മദ് എന്നെഴുതിയ സംഭവത്തിൽ ഹിന്ദുമതത്തിൽപ്പെട്ട 4 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗാസയിലെ സമാധാന കരാർ ധാരണകൾ നിലനിർത്താൻ ആവശ്യമായ നടപടി തുടരുമെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.